പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +2 അക്കാദമിയുടെ ടോപ്പ് 10 ചലഞ്ചിലേക്ക് സ്വാഗതം. നോക്കൂ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചാപ്റ്റർ 1 രണ്ടാം ഭാഗം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഭാഗം കാണാത്തവർ കാണാൻ ശ്രമിക്കുക. നമുക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റ ടു ഗെറ്റ് ഇൻഫർമേഷൻ ഈസ് നോൺ ആസ്. എന്താ? മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റ ടു ഗെറ്റ് ഇൻഫർമേഷൻ ഈസ് നോൺ ആസ്. എന്താണ് സംഭവം? ഒന്നുമില്ല, ഡേറ്റയെ ഇൻഫോർമേഷനാക്കി മാറ്റുന്ന പ്രവർത്തനം ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഡേറ്റയെ ഇൻഫോർമേഷനാക്കി മാറ്റുന്ന പ്രവർത്തനം ഏതാണ്? ഏതായിരിക്കും? ആൻസർ ഈസ് ഡേറ്റ പ്രോസസിംഗ് കേട്ടോ. അപ്പൊ ഡേറ്റയെ ഇൻഫോർമേഷനാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ഇത്, ഡേറ്റ പ്രോസസിംഗ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ ക്യാൻ ബി കമ്പയർഡ് ടു ദി ഹ്യൂമൻ ബ്രെയിൻ? എന്താ? പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ ക്യാൻ ബി കമ്പയർഡ് ടു ദി ഹ്യൂമൻ ബ്രെയിൻ. സിമ്പിൾ ആയി ചോദിക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗം എല്ലാവർക്കും അറിയാം അല്ലെ? ഏതാ? CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. CPU ആണെന്ത്? കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗം. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സിംബൽസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് ഡാഷ്. ഇതെന്ത് സംഭവം? സംഖ്യാസമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളുടെ എണ്ണത്തെ നമുക്ക് എന്ത് വിളിക്കാം? ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോ സംഖ്യാസമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളുടെ എണ്ണത്തെ നമുക്ക് എന്ത് വിളിക്കാം? ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് എന്ത് വിളിക്കാം? ദാറ്റ് ഈസ് ബേസ് എന്ന് വിളിക്കാം കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് സിംബൽസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് ബേസ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡിഫൈൻ യൂണികോഡ്. എന്താണ് യൂണികോഡ്? 2 മാർക്കാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇതും. അപ്പൊ എന്താണ് യൂണികോഡ്? നോക്കാം. യൂണികോഡ് യൂസ്ഡ് ടു റെപ്രസെന്റ് ഓൾ ക്യാരക്ടേഴ്സ് ഓഫ് റിട്ടൺ ലാംഗ്വേജ് ഓഫ് ദ വേൾഡ് ആൻഡ് അതർ സിംബൽസ്. നമ്മുടെ ലോകത്തിൽ കാണുന്ന എല്ലാ ലാംഗ്വേജിന്റെ ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എന്ത്? യൂണികോഡ്. ഓക്കെ, ഇനി എത്ര ബിറ്റ് ക്യാരക്ടറാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് യൂസ്ഡ് 16 ബിറ്റ്സ് കേട്ടോ. ഈ 2 പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. ലോകത്തിലെ എല്ലാ ലാംഗ്വേജിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. എത്ര ബിറ്റ് യൂസ് ചെയ്യും ഒരു ക്യാരക്ടറിന്റെ റെപ്രസെന്റേഷന്? 16 ബിറ്റ് യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി 2 ഇമേജ് ഫയൽ ഫോർമാറ്റ്. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും 2 ഇമേജ് ഫയൽ ഫോർമാറ്റ് എഴുതാം. ഏതൊക്കെയായിരിക്കും? നമുക്ക് നമ്മളെല്ലാവരും കാണുന്ന നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അങ്ങനെ ഏത് ഫോട്ടോയാണെങ്കിലും സ്ഥിരം യൂസ് ചെയ്യുന്ന ഇമേജുകളുടെ ഫോർമാറ്റ് ആണെന്ത്? JPG ഫോർമാറ്റ്. ഓക്കെ, ദെൻ അടുത്ത ഫോർമാറ്റാണ് BMP ഫോർമാറ്റ്. നെക്സ്റ്റ് ഫോർമാറ്റാണ് TIFF ഫോർമാറ്റ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് ആണ് JPG. അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ JPG ഒരു ഫുൾ ഫോം എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. അറിഞ്ഞിരിക്കുക, JPG വളരെ ഇമ്പോർട്ടന്റ് ആണ്. JPG ഒരു ഫുൾ ഫോം ആണ് എന്ത്? ജോയിന്റ് പിക്ചർ എക്സ്പെർട്ട് ഗ്രൂപ്പ്. എന്താ? ജോയിന്റ് പിക്ചർ എക്സ്പെർട്ട് ഗ്രൂപ്പ് കേട്ടോ, അത് അറിഞ്ഞിരിക്കണം. ദെൻ BMP എന്താണ്? ബിറ്റ് മാപ്പ് ഫയൽ ഫോർമാറ്റ് കേട്ടോ, ബിറ്റ് മാപ്പ് ഫയൽ ഫോർമാറ്റ്. ദെൻ എന്താ? TIFF, ടാഗ്ഡ് ഇമേജ് ഫയൽ ഫോർമാറ്റ്. എന്താ? ടാഗ്ഡ് ഇമേജ് ഫയൽ ഫോർമാറ്റ്. ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. 2 മാർക്കിന്റെ ക്വസ്റ്റിനെ ചോദിക്കാറുള്ളത്. പറഞ്ഞിരിക്കും JPG ഫുൾ ഫോം മസ്റ്റേ അറിഞ്ഞിരിക്കണം. ഫുൾ ഫോം ചോദിക്കാറുണ്ട് എന്താണ്? ജോയിന്റ് പിക്ചർ എക്സ്പെർട്ട് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോ 2 ഇമേജ് ഫയൽ ഫോർമാറ്റിന്റെ എക്സാമ്പിൾ ആണ് ഇതൊക്കെ. ഒന്ന് JPG, ദെൻ BMP, ദെൻ TIFF. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. 6th ക്വസ്റ്റ്യൻ, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം യൂസസ് ഡാഷ് സിംബൽസ് ആൻഡ് ഒക്ടൽ നമ്പർ സിസ്റ്റം യൂസസ് ഡാഷ് സിംബൽസ്. എന്താ സംഭവം? നോക്കുക, ഹെക്സാഡെസിമൽ എത്ര നമ്പർ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഒക്ടൽ നമ്പർ സിസ്റ്റം എത്ര നമ്പർ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്? വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും ആൻസർ? നോക്കുക, ഹെക്സാഡെസിമൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം 16 കേട്ടോ. ഒക്ടൽ യൂസ് ചെയ്യണമെങ്കിലോ 8 ആണ് കേട്ടോ. നോക്കുക, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം ആണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം? അങ്ങനെയാണെങ്കിൽ 4 പോയിന്റ് എഴുതിയേക്കാം. ഹെക്സാഡെസിമൽ, ഒക്ടൽ, ഡെസിമൽ, ബൈനറി. ഹെക്സാഡെസിമൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം 16, ഒക്ടൽ ആണെങ്കിൽ 8, ഡെസിമൽ നമ്മുടെ എണ്ണൽ സംഖ്യകൾ 1, 2, 3 അതാണെങ്കിൽ ബേസ് എത്രയാ? 10 ആണ്.
ദെൻ ബൈനറി എന്ന് പറയുന്നത് എന്താ? കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഭാഷ. കമ്പ്യൂട്ടറിന് എന്ത് മാത്രമേ അറിയുള്ളൂ? ബൈനറി ഭാഷ മാത്രമേ അറിയുള്ളൂ. അതാണ് 2 എന്ന് പറയുന്നത് ഏതൊക്കെ വരും? 0, 1 അറിഞ്ഞിരിക്കാം. നമ്പർ സിസ്റ്റം ഹെക്സാഡെസിമൽ 16, ഒക്ടൽ 8, ഡെസിമൽ 10 അതാണ് നമ്മുടെ എണ്ണൽ ഭാഷ. ബൈനറി കമ്പ്യൂട്ടർ ഭാഷ 2 that is 0, 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൺവെർട്ട് 60 to ബൈനറി. എന്താ? കൺവെർട്ട് 60 to ബൈനറി. നോക്കാം, ഇവിടെ 60 എന്ന് പറയുന്നത് എന്താ? ഡെസിമൽ ആണ് അല്ലെ? അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, കൺവെർട്ട് ഡെസിമൽ ടു ബൈനറി. ഓക്കെ, നമ്പർ കൺവെർഷൻ എന്താ സംഭവം? നോക്കുക, നമുക്ക് 4 തരം നമ്പേഴ്സ് ഉണ്ട്. ബൈനറി, ഡെസിമൽ, ഹെക്സാഡെസിമൽ, ഒക്ടൽ. ഇവിടെ 60 എന്ന് പറയുന്ന എണ്ണൽ സംഖ്യയാണ്. ഒരു നോർമൽ ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ഡെസിമൽ ടു ബൈനറി അല്ലെങ്കിൽ ഡെസിമൽ ടു ഒക്ടൽ ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡെസിമൽ ടു ബൈനറി. ഡെസിമൽ നിന്ന് ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ ബൈനറിയുടെ ബേസ് എത്രയാണ്? 2. സോ ആൻസർ എന്തിൽ വരും? 0 അല്ലെങ്കിൽ 1 വരണം കേട്ടോ, അല്ലെങ്കിൽ ആൻസർ തെറ്റാന്ന് മനസ്സിലാക്കാം. ഇതേ ക്വസ്റ്റ്യൻ 62 ഒക്ടലിൽ ചോദിച്ചാലോ? എന്തുകൊണ്ട് ഹരിക്കുക? 8 കൊണ്ട് ഹരിക്കുക. അപ്പൊ ആൻസർ എന്തിൽ വരും? 0 മുതൽ 7 വരെയുള്ള അക്കങ്ങൾ മാത്രമേ എന്ത് ആൻസറിൽ വരുള്ളൂ, അല്ലെങ്കിൽ ആൻസർ തെറ്റാന്ന് അപ്പൊ തന്നെ മനസ്സിലാക്കാം. ഓക്കെ, ദെൻ അവസാനം ഇങ്ങനെ എടുത്ത് എഴുതുക. ഇതിൽ കാണിച്ച പോലെ എഴുതുക. ഇവിടെ നോക്കുക, 60 ബേസ് 10 ഈക്വൽ ടു ആൻസർ ബേസ് 2. അങ്ങനെ എഴുതുന്ന ഒരു മാർക്ക് ഉണ്ട്, മനസ്സിലാക്കുക കേട്ടോ. ഏതിന്റെ അല്ലെങ്കിൽ എഴുതിക്കുക, ആൻസർ തെറ്റിയാലും ഇതിങ്ങനെ എഴുതുന്ന മാർക്ക് കിട്ടും. ഓക്കെ, 60 ബേസ് 10 ദാറ്റ് ഇസ് 2 കേട്ടോ. നോക്കാം, നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ബൈനറിയിലേക്ക് മാറ്റുന്നത് നമ്മൾ എന്തും കൊണ്ട് ഹരിച്ചു? 2 കൊണ്ട് ഹരിച്ചു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് എത്തി, ഇപ്പൊ ഇവിടെ 1 എത്തി. 1 കൊണ്ട് പിന്നെ ഹരിക്കാൻ പറ്റില്ല അല്ലെ? നമ്മൾ താഴെ നിന്ന് മുകളിലേക്കാണ് പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, താഴെ നിന്ന് മുകളിലേക്കാണ് പോകേണ്ടത്. 1 1 1 1 0 0 ഇതാണ് എന്ത്? ഇതിന്റെ ആൻസർ. അപ്പോൾ 62 ബൈനറി, ഡെസിൽ നിന്ന് ബൈനറിലേക്ക് മാറ്റാൻ 2 കൊണ്ട് ഹരിക്കുക. എന്നിട്ട് നോക്കുക, താഴെ നിന്ന് മുകളിലേക്ക് പോവുക. 1 1 1 1 0 0. എന്നിട്ട് ലാസ്റ്റ് ഈ ആൻസർ എടുത്ത് എഴുതുക. നേരത്തെ പറഞ്ഞ പോലെ 60 ബേസ് 10 ഈക്വൽ ടു 1 1 1 1 0 0 ബേസ് 2. അതിനൊരു മാർക്ക് ഉണ്ട്. ഇതേ സാധനം ഒക്ടലിലേക്കാണ് എന്ത് മനസ്സിലാക്കുക? 8 കൊണ്ട് ഹരിക്കുക. അങ്ങനെ താഴെ 8 കുറവുള്ള സംഖ്യ നിർത്തുക. താഴെ നിന്ന് മുകളിലേക്ക് എടുത്ത് എഴുതുക, ബേസ് 8 എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ 60 ബേസ് 10 ഈക്വൽ ടു എന്താണ് ആൻസർ വരുന്നത്? ദാറ്റ് ഈസ് ബേസ് 8. നിങ്ങൾ എക്സസൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി MSB ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് -80 ഇൻ ദ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്? എന്താ ക്വസ്റ്റ്യൻ? MSB കണ്ടുപിടിക്കാൻ. എന്താ MSB? മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. -80യുടെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. എന്തായിരിക്കും അത്? നോക്കൂ, ഇവിടെ MSB കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ഏതെണ്ണത്തിന്റെ MSB കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? MSB എന്നാൽ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആണ്. നോക്കൂ, നമ്മൾ ഇതിലേക്ക് നോക്കൂ, നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച മാർഗം. ദെൻ നോക്കുക, താഴെ നിന്ന് മുകളിലേക്ക് എഴുതുക. അങ്ങനെയാണെങ്കിൽ 1 0 0 0 0 0 0 കേട്ടോ, 1 0 0 0 0 0 0. അതിനാണെങ്കിൽ നമ്മുടെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ വരുന്ന സാധനമാണ് എന്ത്? MSB. അതാണ് എന്ത്? മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. അതിനാണെങ്കിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ വരുന്നോ? താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എഴുതി വരുമ്പോൾ ഏറ്റവും റൈറ്റ് സൈഡിൽ നിൽക്കുന്ന സാധനമാണ് എന്ത്? LSB. അപ്പൊ MSB എന്ന് പറയുന്നത് ഏറ്റവും ലെഫ്റ്റ് സൈഡും LSB എന്ന് പറയുന്നത് ഏറ്റവും റൈറ്റ് സൈഡുമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഏതാ? അത് ആൻസർ ആണ് എന്ത്? 1. ഇന്ന് നോക്കുക, ഇതേ ക്വസ്റ്റ്യൻ തന്നെ -80ന്റെ സൈനും മാഗ്നിറ്റ്യൂഡും ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ പറഞ്ഞു പോവാണ്, ഇതേ ക്വസ്റ്റ്യൻ തന്നെ സൈനും മാഗ്നിറ്റ്യൂഡും ചോദിക്കാറുണ്ട് കേട്ടോ, അറിഞ്ഞിരിക്കാം. എന്താ സൈനും മാഗ്നിറ്റ്യൂഡും? ഇതേപോലെ തന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതേപോലെ എടുത്ത് എഴുതുക, 1 0 0 0 0 0 0 എടുത്ത് എഴുതി അല്ലെ? ഇനി നോക്കുക, ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മാഗ്നിറ്റ്യൂഡ് എന്ന് കേട്ടോ, മാഗ്നിറ്റ്യൂഡ്. അതിനാണ് നോക്കുക സൈൻ എന്താ? ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ട് 1 0 0 0 0 0 0 അത് മാഗ്നിറ്റ്യൂഡ് സൂചിപ്പിച്ചു. തൊട്ടപ്പുറത്ത് 1 എന്നിട്ട് സൈൻ കിടക്കുന്നുണ്ട്. നമുക്ക് നമ്മളിവിടുത്തെ ക്വസ്റ്റ്യൻ -80 ആണ് അല്ലെ? എന്താ ക്വസ്റ്റ്യൻ? -80. സോ അതിന്റെ സൈൻ എന്തായി? 1 ഇട്ടു. അപ്പൊ മൈനസ് ആണെങ്കിൽ സൈൻ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതേ ക്വസ്റ്റ്യൻ +80ന്റെ സൈനും മാഗ്നിറ്റ്യൂഡ് കാണാൻ പറഞ്ഞാലോ? ഒന്നുമില്ല, ഇതേപോലെ തന്നെ 80 കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആൻസർ എന്തിനു വരും? 1 0 0 0 0 0 ഇങ്ങനെ വരും. അപ്പൊ സൈൻ എന്ത് വരും അവിടെ? 0.
പ്രത്യേകം മനസ്സിലാക്കുക, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിന്റെ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ സൈൻ എന്ത് വരും? അവിടെ 0 വരും. നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ സൈൻ എന്ത് വരും? 1 വരും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെയധികം വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നന്നായി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ടേംസ് ബിറ്റ്. എന്താണ് ബിറ്റ്? ഇതാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ബിറ്റ്? അപ്പൊ എന്താ? ഈച്ച് ഡിജിറ്റ് ഇൻ എ ബൈനറി നമ്പർ ഈസ് കോൾഡ് ബിറ്റ്. എന്താ ബിറ്റ്? ബൈനറി നമ്പർ ഏതൊക്കെയാ? 0 അല്ലെങ്കിൽ 1. ഈ 0 അല്ലെങ്കിൽ 1 ഇപ്പൊ ഓരോന്നിനും നമുക്ക് എന്ത് വിളിക്കാം? ബിറ്റ് എന്ന് വിളിക്കാം. അപ്പൊ ബിറ്റിന്റെ പൂർണ്ണ രൂപം എന്താ? ബൈനറി ഡിജിറ്റ് എന്നാണ്. ബിറ്റിന്റെ പൂർണ്ണ രൂപം എന്താ? ബൈനറി ഡിജിറ്റ്. അപ്പോ ബൈനറി നമ്പറിലെ 0, 1 ഈച്ച് ഡിജിറ്റിന്റെ ബൈനറി ഫോം ദാറ്റ് ഈസ് കോൾഡ് ബിറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, represent the following numbers in sign and magnitude, then 1's complement method and 2's complement method. നോക്കുക, ഒരു നമ്പർ തരും, അതിന്റെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്, 1's complement മെത്തേഡ്, 2's complement മെത്തേഡ് കണ്ടുപിടിക്കുക. കേട്ടോ, ഇത് 5 മാർക്കിന് ചോദിക്കാം അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം. നമ്മുടെ കണ്ടുകിടന്ന 5 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ 2 എക്സാമ്പിൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്ത് നോക്കാം. മിനിമം 1's complement 2's complement ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കണേ? നോക്കാം. ഫസ്റ്റ് വൺ, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടുണ്ട്, അല്ല ഒന്നുകൂടി നമുക്ക് നോക്കാം. നമുക്ക് 2 എക്സാമ്പിളിൽ -19 നോക്കാം. ഓക്കെ, നോർമലി എന്ത് ചെയ്യും? 19ന്റെ ഡിവിഷൻ കണ്ടു, 19നെ 2 കൊണ്ട് ഹരിച്ചു, 9 നോക്കി, ശേഷം 0, അങ്ങനെ പോയി നോക്കുക. ലാസ്റ്റ് 1 വന്നു. അപ്പൊ 2നേക്കാളും ചെറുതാണ്. അപ്പൊ നമ്മൾ അവിടെ നിർത്തി. റിസൾട്ട് എന്ന് വന്നു? 19 റിസൾട്ട് വന്നു 10011. ബൈനറിയിൽ വന്നു 2 അല്ലെ? 19 റിസൾട്ട് ആണ് 10011. ഇതെന്താണ്? നമുക്ക് കിട്ടിയത് മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പോ -19 സൈൻ എന്താണ്? നെഗറ്റീവ് ആണെങ്കിൽ സൈൻ 1 വരും, പോസിറ്റീവ് ആണെങ്കിൽ സൈൻ 0 വരും. ഇതാണ് എന്ത്? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് +49 നോക്കാം അല്ലെ? 49ന്റെ ബൈനറി എന്താ? 110001. ഇനി നമുക്ക് അവിടെ സൈൻ നോക്കാം. +49 ആയാലും എന്തായി? 0 വന്നു. ഇനി അവിടെ -49 ആയിരുന്നെങ്കിലോ 1 വന്നോണ്ടേ സൈൻ. ഓക്കെ, നമ്മൾ ഇനി കാണാൻ പോകുന്നത് 1's കോംപ്ലിമെന്റ്. എന്താ 1's കോംപ്ലിമെന്റ്? 1നെ 0 ആക്കുക, 0നെ 1 ആക്കുക. നമുക്ക് -19ന്റെ 1's കോംപ്ലിമെന്റ് എന്നിട്ടാ -9ന്റെ വാല്യൂ എന്താ? 10011. ഇവിടെ നമുക്ക് സൈൻ ആവശ്യമില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനെ പിന്നെ എന്താക്കുക? 8 ബിറ്റ് കോഡിലേക്ക് മാറ്റണം. 8 ബിറ്റ് കോഡ് മാറ്റുമ്പോൾ പ്രത്യേകം തെറ്റാറുള്ള ഒരു ഏരിയ, റൈറ്റ് സൈഡിലല്ല മാറ്റേണ്ടത്. എങ്ങോട്ട് മാറ്റണം? ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 000010011. അതിന് പിന്നീട് 1നെ 0 ആക്കുക, 0നെ 1 ആക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക? +49 ചെയ്യുക. നമുക്ക് 110001 8 ബിറ്റ് കോഡ് ആക്കുക. ദെൻ 1നെ 0 ആക്കുക, 0നെ 1 ആക്കുക. അപ്പോൾ 1's കോംപ്ലിമെന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ 2's കോംപ്ലിമെന്റ്. എന്താണ് 2's കോംപ്ലിമെന്റ്? 2's കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1's കോംപ്ലിമെന്റ് +1. ചില പരീക്ഷകളിൽ 1 മാർക്കിന് ചോദിച്ചേക്കാം. എന്താണ് 2's കോംപ്ലിമെന്റ്? 1's കോംപ്ലിമെന്റ് +1 ആണ് 2's കോംപ്ലിമെന്റ്. നോക്കാം. അപ്പോ -19ന്റെ 2's കോംപ്ലിമെന്റ് എന്നിട്ടാ? അപ്പൊ -19ന്റെ 1's കോംപ്ലിമെന്റ് +1 ആണ് എന്ത്? -19ന്റെ 2's കോംപ്ലിമെന്റ്. നോക്കാം. 1110110 +1. ഇവിടെ ബൈനറി അഡീഷൻ ചെയ്തേക്കുന്നത്. ആൻസർ നമുക്ക് കിട്ടും കേട്ടോ. 1110110 ഇതാണ് -19ന്റെ 2's കോംപ്ലിമെന്റ്. ഇതുപോലെ +49 ചെയ്യാം. സെയിം ആസ് 1's കോംപ്ലിമെന്റ് +1 11001110 +1. ഇവിടെയും ബൈനറി അഡീഷൻ. ഓക്കെ, ദെൻ ബൈനറി അഡീഷൻ നമുക്കിവിടെ ആവശ്യം വരും. ഒന്ന് ശ്രദ്ധിക്കുക. ബൈനറി അഡീഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാ? 1 + 0 = 1. Then 0 + 1 = 1. Then 0 + 0 = 0. ഇത് മൂന്ന് നമ്മൾ സാധാ കാണാറുള്ള പോലെ തന്നെ. ഒറ്റ കാര്യം ഇവിടെ മെയിൻ ശ്രദ്ധിക്കാം. 1 + 1 എന്ന് കഴിഞ്ഞാൽ ആൻസർ അവിടെ 0 എന്നാണ്. നമ്മൾ എന്ത് ചെയ്യാം? 1 അവിടെ ക്യാരി ആയിട്ട് ശിക്ഷമായിട്ട് കണക്കാക്കുക. ദെൻ അതിന്റെ തൊട്ടപ്പുറത്ത് പോകുമ്പോൾ അവിടെ അത് ആഡ് ചെയ്യാം കേട്ടോ. അറിഞ്ഞിരിക്കുക. ബാക്കിയുള്ള പോലെ 1 + 1 = 0. അപ്പോൾ ബാക്കി 1 വരുന്നത്
ആ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യുക കേട്ടോ. ഇഷ്ടമായി വരുന്ന ഒന്ന് ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ക്ലാസ്സുകൾ, ഇന്നത്തെ ക്ലാസ്സുകൾ വളരെ നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരം നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കൂടാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്തേക്കാം. കൂടാതെ നിങ്ങളുടെ അറിവിലുള്ള വിദ്യാർത്ഥികളിലേക്ക്, സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കില്ലേ. താങ്ക് യു.